പത്തനംതിട്ട, കൊല്ലം ജില്ലകൾ കേന്ദ്രീകരിച്ച് അന്തർ സംസ്ഥാന കൊള്ള സംഘം ഇറങ്ങിയിട്ടുണ്ട്. പത്തനംതിട്ട പന്തളം കൈപ്പുഴയിൽ പ്രവാസിയുടെ വീട്ടിൽ നിന്നും 51 പവൻ സ്വർണ്ണാഭരണം കവർച്ച ചെയ്ത കേസിൽ ഒരാൾ കൂടി പോലീസ് പിടിയിലായിട്ടുണ്ട്. തെങ്കാശി കടയനല്ലൂർ സ്വദേശി മരുതരാജ് എന്ന സബ് ജയിൽ രാജിയാണ് പിടിയിലായത്. കേസിലെ മറ്റു 2 പ്രതികൾ ഒളിവിലാണ്. പന്തളത്തെ കവർച്ച കഴിഞ്ഞ കർണാടകയിലെ ഉടുപ്പിയിൽ, ശേഷം തിരികെ കേരളത്തിൽ, അങ്ങനെ ലക്ഷങ്ങളുടെ കവർച്ചകൾ നടത്തി. അടുത്ത കൊള്ള ആസൂത്രണം ചെയ്യുന്നതിനിടെ സംഘാംഗങ്ങൾ ഓരോരുത്തരായി പിടിയിലാവുകയായിരുന്നു. കൊലപാതകം, 6 വധശ്രമങ്ങൾ, നിരവധി കവർച്ചകൾ. മരുതരാജ് എന്ന സബ് ജയിൽ രാജ ഏറെക്കാലമായി പോലീസ് അന്വേഷിച്ചു വരുന്ന ക്രിമിനലാണ്. തമിഴ്നാട്ടിലടക്കം നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ പിടികിട്ടാപ്പുള്ളികളുടെ പട്ടികയിൽപ്പെട്ടയാളുമാണ്. കൈപ്പുഴ സ്വദേശിയായ പ്രവാസി ബിജുനാഥിന്റെ വീട്ടിൽ ജനുവരി 28-നായിരുന്നു മോഷണം. 7 പേരാണ് ഈ മോഷണ സംഘത്തിലുണ്ടായിരുന്നത്. പൂട്ടിയിട്ട വാതിലുകൾ കുത്തിപ്പൊളിച്ച് അകത്തുകടന്ന സംഘം രാത്രി 8 മണിയോടെ നീക്കം തുടങ്ങി. 1 മണിക്കൂർ സമയം കൊണ്ട് സ്വർണവുമായി മുങ്ങി. ബിജുനാഥിന്റെ വീട്ടിൽ അമ്മയാണ് താമസം. എന്നാൽ അവർ രാത്രി തൊട്ടടുത്തുള്ള മൂത്ത മകന്റെ കൂടെയാണ് കഴിയാറുള്ളത്. പിറ്റേന്ന് രാവിലെ വയോധിക മടങ്ങിയെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. കൈപ്പുഴയിലെ മോഷണശേഷം പ്രതികൾ കർണാടകയിലെ ഉടുപ്പി കാപ്പു സ്റ്റേഷൻ പരിധിയിൽ കൊള്ള നടത്തി. 9 ലക്ഷം രൂപയും 70 പവൻ സ്വർണവും റാഡോ വാച്ചും മോഷ്ടിച്ചു. ശേഷം തിരികെ കേരളത്തിലെത്തി. കൊല്ലം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ മോഷണം നടത്തിയിട്ട് തിരുനെൽവേലിയിലേക്ക് മടങ്ങി. അടുത്ത മോഷണം നടത്തുന്നതിനുള്ള ആസൂത്രണത്തിനിടെയാണ് പന്തളം പോലീസ് 2 പ്രതികളെ പിടികൂടിയത്. മോഷ്ടിച്ച സ്വർണത്തിൽ 23 പവൻ തിരുനെൽവേലിയിലെ മുത്തൂറ്റ്, TMD എന്നീ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതായി പ്രതികൾ സമ്മതിച്ചു. ഇത് വീണ്ടെടുക്കാൻ കോടതി മുഖാന്തരം പോലീസ് നീങ്ങിയിട്ടുണ്ട്. എന്നാൽ ആദ്യം തിരുനെൽവേലി സ്വദേശികളായ ഇസക്കി രമേശ്, ഗണേഷ് എന്നിവർ പിടിയിലായിരുന്നു. പിന്നീട് ഇസക്കി രാജ, സഹോദരൻ നമ്പിരാജ എന്നിവരാണ് അറസ്റ്റിലായത്. കവർച്ചാ സംഘം ഉപയോഗിച്ച കാറിന്റെ നമ്പർ വ്യാജമായിരുന്നു. OLXൽ നിന്നും തിരഞ്ഞെടുത്ത നമ്പർ അതേ മോഡൽ കാറിൽ ഘടിപ്പിക്കുകയായിരുന്നു. മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാതെയാണ് ഇവർ മോഷണത്തിനെത്തിയത്. ഇവിടെ നിർണായകമായി മാറിയത് CCTV ദൃശ്യങ്ങളാണ്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.